പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുരുഷന്മാർ ചെയ്യണമെന്ന് സ്ത്രീകൾ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്നത് കണ്ട് സ്ത്രീകൾ ആനന്ദിക്കുന്ന, അല്ലെങ്കിൽ അവർ ആസ്വദിക്കുന്ന, അതുപോലെ തന്നെ പുരുഷന്മാർ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് കൂടുതൽ മതിപ്പുളവാക്കുന്ന, നിങ്ങളെക്കുറിച്ച് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമായിട്ട്, പുരുഷൻ തനിക്ക് വേണ്ടി ഡോർ തുറന്നു തരണമെന്ന് സ്ത്രീകൾ മനസ്സിൽ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ വീടിന്റെ ഡോർ ആയിക്കൊള്ളട്ടെ, കാറിന്റെ ഡോർ ആയിക്കൊള്ളട്ടെ, അവൾക്ക് വേണ്ടി നമ്മളത് തുറന്നു കൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, സ്ത്രീകൾ മീനിങ് മേക്കേഴ്സ് ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസിന്റെ പുറകിലും അവർ ഓരോ അർത്ഥം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിന് ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുക്കും. അപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടി ഡോർ തുറന്നു കൊടുക്കുമ്പോൾ അവൾ നിങ്ങളെക്കുറിച്ച് കരുതുക, നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് അവളെ നയിക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് നിങ്ങൾ അവൾക്ക് വേണ്ടി ഈ വാതിൽ തുറക്കുന്നത്. ഒപ്പം തന്നെ അവളോട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്നേഹമുണ്ട്, നിങ്ങൾക്ക് അവളെക്കുറിച്ച് നല്ല കരുതലുണ്ട്, അവളെ നിങ്ങൾ വളരെയധികം കെയറിങ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി അല്ല അവർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു ഡോറ് തുറന്നു കൊടുക്കുന്ന പരിപാടി ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾക്ക് തോന്നിയേക്കാം. ഡോറ് തുറന്നു കൊടുക്കുന്നതല്ല, അതിലിപ്പോൾ എന്താണ് വലിയ കാര്യം ഇരിക്കുന്നത്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണ് അവർ വളരെയധികം വില കൽപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു കൊച്ചു പ്രവൃത്തി കൊണ്ട് നിങ്ങൾ അവിടെ ആ ഒരു സ്ത്രീയുടെ ഹൃദയം കീഴടക്കുകയാണ്. അവർക്ക് നിങ്ങളെ നല്ല ഒരുപാട് ആചാരമര്യാദയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ, വളരെ നല്ല ജെന്റിൽമാനാണ് നിങ്ങൾ എന്നൊക്കെയുള്ള നല്ല ഫീലിങ്സ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ നല്ലൊരു ഇംപ്രഷനാണ് ആ കുട്ടിക്ക് നിങ്ങളവിടെ കൊടുക്കുക. രണ്ടാമത്തെ, അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ആണ്. അതായത് പുരുഷൻ തനിക്ക് അപ്രതീക്ഷിതമായിട്ടിരിക്കുമ്പോൾ സമ്മാനങ്ങൾ തരണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സർപ്രൈസ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അത് അവർക്ക് വളരെയധികം ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു അനുഭൂതിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് അത് തോന്നും. അവരത് വളരെയധികം ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യും, അവരത് ഓർത്തിരിക്കും. അപ്പോൾ നിങ്ങളോടുള്ള താല്പര്യം ഇഷ്ടമൊക്കെ അവർക്ക് കൂടുന്നതായിരിക്കും. ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നമ്മളൊരു സമ്മാനം കൊടുക്കുമ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഓൾറെഡി ബർത്ത്ഡേക്ക് നമുക്ക് സമ്മാനം തരുമെന്ന്. അപ്പോൾ അങ്ങനെ അവർ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ വിലയുണ്ട്, കൂടുതൽ മീനിങ് ഉണ്ട്. എന്ന് പറഞ്ഞ് ബർത്ത്ഡേക്ക് സമ്മാനം കൊടുക്കരുതെന്നല്ല, ബർത്ത്ഡേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സമ്മാനം തന്നെ കൊടുക്കണം. വർഷത്തിൽ നമുക്ക് ഈ ഒരു ബർത്ത്ഡേക്ക് മാത്രമല്ലല്ലോ സമ്മാനം കൊടുക്കാവുന്ന, പല ഒക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും സമ്മാനം കൊടുക്കണം എന്നല്ല, എങ്കിലും നമുക്ക് സാധിക്കുമ്പോഴൊക്കെ പലപ്പോഴായിട്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. അത് ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടിരിക്കുമ്പോൾ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അവർ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അവരെ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ഭാര്യമാരാണെങ്കിൽ പോലും ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ ചേട്ടൻ എനിക്ക് വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒരു സമ്മാനം മേടിച്ച് തരുമായിരുന്നെങ്കിൽ. ഇനി മൂന്നാമത്തെ, കുക്കിംഗ് ആണ്. പുരുഷൻ തനിക്ക് വേണ്ടി കുക്ക് ചെയ്തു തരണമെന്ന് സ്ത്രീകൾ വളരെയധികം മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അവൾ നിങ്ങളോട് തുറന്നു പറയത്തില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ അവൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവൾക്ക് വളരെയധികം ഒരു സ്വർഗീയ അനുഭൂതിയാണ് പ്രദാനം ചെയ്യുന്നത്. തന്നെയല്ല, കുക്ക് ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത് എന്നാണ് പറയപ്പെടുക. അത് തന്നെയല്ല, നിങ്ങൾ അവളെ വളരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് കൂടിയുള്ള ആ ഒരു ജീവിതം വളരെയധികം ആസ്വാദ്യപ്രദമാകും, അല്ലെങ്കിൽ വളരെയധികം സന്തോഷകരമാകും എന്നുള്ള ഒരു, നിങ്ങൾ നല്ലൊരു ഫാമിലി മാൻ ആണ് എന്നൊക്കെയാണ് അത് കാണിക്കുന്നത്. ചെറിയൊരു പ്രവൃത്തിയാണ്. അതിപ്പോൾ നിങ്ങളൊരു 5 സ്റ്റാർ സ്റ്റൈലിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല, മറിച്ച് ഒരു ചെറിയ സാൻഡ്വിച്ചാണ് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിലും അത് അവൾ വളരെയധികം എൻജോയ് ചെയ്യും. അപ്പം നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിനെ അവൾ തീർച്ചയായിട്ടും വാനോളം പുകഴ്ത്തും. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഇതുപോലെയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കുടുംബത്തിലൊക്കെ ആണെങ്കിലും ഭാര്യമാർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് തന്നിരുന്നെങ്കിൽ. പക്ഷെ പല ഭർത്താക്കന്മാരും ഒരിക്കലും ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും കുക്ക് ചെയ്ത് കൊടുക്കത്തില്ല. ഇനി കുക്കിങ്ങിനോടൊപ്പം തന്നെ വീട്ടിലെ ഇപ്പോൾ അത്യാവശ്യം പാത്രം കഴുകൽ, തേങ്ങാ ചിരവൽ, ഇതൊക്കെ സ്ത്രീകൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളോടുള്ള ഒരു മതിപ്പ് 100 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളോടുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ നിങ്ങൾ ഈ കുക്ക് ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് മാറി കിട്ടുന്നതായിരിക്കും. നിങ്ങളോടുള്ള സ്നേഹം, അറ്റാച്ച്മെന്റ് ഒക്കെ ഒരുപാട് ഇരട്ടിയാവുന്ന നമുക്ക് കാണാം. ഇനി നാലാമായിട്ട്, തങ്ങളോട് പുരുഷൻ അഡ്വൈസ് ചോദിക്കണമെന്ന് സ്ത്രീകൾ വളരെയധികം മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പുരുഷൻ തൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഉപദേശം ചോദിക്കുമ്പോൾ അവളങ്ങ് വാചാലയാവും. ഒക്കെ പിന്നെ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം വേണേലും ആ ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി അവൾ സ്പെൻഡ് ചെയ്യും. അപ്പൊ അതിലൂടെ നിങ്ങളോടുള്ള സ്നേഹവും അറ്റാച്ച്മെന്റും ഒക്കെ അവർക്ക് കൂടുകയും ചെയ്യും. അത് തന്നെയല്ല, തന്നെ ഇത്ര നല്ല രീതിയിൽ ശ്രവിക്കുന്ന ഒരു പുരുഷൻ അവനെ വീണ്ടും അവനെ സമീപിക്കാനും, അല്ലെ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അവർക്ക് ഉത്സാഹമായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അവളുടെ ഉപദേശത്തിൻ്റെ ആവശ്യം ഒന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ അവളോട് ഉപദേശം ചോദിച്ചേക്കുക. അത് അവൾക്ക് ഭയങ്കരധികം നിങ്ങളെക്കുറിച്ച് ഒരു മതിപ്പുണ്ടാക്കും. നിങ്ങളോടുള്ള ഇഷ്ടവും താല്പര്യവും ഒക്കെ കൂടാനും നിങ്ങളോട് സംസാരിക്കാനുള്ള ആഗ്രഹം ത്വരയൊക്കെ അവളിൽ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടും അത് സഹായിക്കും. ഇനി അഞ്ചാമായിട്ട് പുരുഷന്മാർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പാദരക്ഷകൾ ധരിക്കണമെന്ന് സ്ത്രീകൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഈ പാദരക്ഷകൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. മിക്ക സ്ത്രീകൾക്ക് ഒരു 10-ലധികം ജോഡി പാദരക്ഷകൾ അവരുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അവരിലത് പകുതി എണ്ണം ഉപയോഗിക്കുന്നില്ലായിരിക്കും, എങ്കിൽ കൂടി അവർക്ക് പാദരക്ഷകളുടെ വലിയൊരു കളക്ഷൻ തന്നെ കാണാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇവർ ഈ പാദരക്ഷ നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കുന്നത്. ഇവൻ പിശുക്കനാണോ, അല്ലെങ്കിൽ ഇവൻ ധനികനാണോ, ഇവൻ പാവപ്പെട്ടവനാണോ, അല്ലെങ്കിൽ ഇവന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇവൻ വളരെ ട്രഡീഷണൽ ആണോ, ഇതൊക്കെ ഈ പറഞ്ഞ പാദരക്ഷ നോക്കിയിട്ടാണ് അവൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാദരക്ഷ ഒരു സ്റ്റാൻഡേർഡും ഇല്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങളോട് അവർക്കത് കാണുമ്പോൾ തന്നെ പുച്ഛമായിരിക്കും. പക്ഷെ നിങ്ങളുടെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് പാദരക്ഷയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ രീതിയിലുള്ള ചോയ്സുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പാദരക്ഷകൾ തിരഞ്ഞെടുക്കുക, സ്റ്റാൻഡേർഡുള്ള പാദരക്ഷകൾ ധരിക്കുക. തീർച്ചയായിട്ടും സ്ത്രീകൾ നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ലേ പോലും അവർ കൃത്യമായിട്ട് അത് നോക്കുന്നുണ്ട്, നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആറാമതായിട്ട് പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണമെന്ന് സ്ത്രീകൾ മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. തന്നെയുമല്ല ഡ്രൈവ് ചെയ്യുന്ന പുരുഷന്മാരെ കാണുന്നത് തന്നെ സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടവുമാണ്. കാരണം പുരുഷന്മാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മാസ്കുലിനിറ്റി അവരുടെ വളരെയധികം എൻഹാൻസ്ഡ് ആയിട്ടാണ് സ്ത്രീകൾക്ക് തോന്നുക. തന്നെയല്ല ഇവന് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, നല്ല എഫിഷ്യൻസി ഉണ്ട്, എല്ലാത്തിനും നല്ല കഴിവും കാര്യശേഷിയും ഉണ്ട് എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല എന്നുള്ളൊരു പെൺകുട്ടിയോട് പറയുകയാണെങ്കിലോ ആ പെൺകുട്ടിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള വില പകുതിയായിട്ട് അവിടെ തന്നെ ഇടിയുന്നതായിരിക്കും. കാരണം നമുക്ക് ലൈഫിൽ അത്രയധികം വേണ്ട ഒരു സ്കില്ലാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇനി ഏഴാമായിട്ട് പുരുഷന്മാർ സൺഗ്ലാസ് ധരിക്കുന്നത് സ്ത്രീകൾക്ക് മനസ്സുകൊണ്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. തന്നെയല്ല നമ്മൾ സൺഗ്ലാസ് ധരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു അട്രാക്റ്റീവ്നെസ് 10 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. നമ്മളെ കൂടുതൽ സുന്ദരന്മാരായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൺഗ്ലാസ് ധരിച്ച പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ സെക്സി ആയിട്ടും കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ടും കൂടുതൽ അട്രാക്റ്റീവായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ മമ്മൂക്കയൊക്കെ കണ്ടിട്ടില്ല എപ്പോഴും ഇങ്ങനെ സൺഗ്ലാസ് ഒക്കെ ധരിച്ച് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്സിനെയും മൊത്തമായിട്ട് ആ ഒരു സൺഗ്ലാസ് സ്റ്റൈല് എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി എട്ടാമതായിട്ട് സ്മെൽ ഗുഡ് എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം സ്മെല്ലിന്റെ കാര്യത്തിൽ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഗന്ധമായിരിക്കണം, അദ്ദേഹത്തിന് നല്ലൊരു സുഗന്ധം ഉണ്ടായിരിക്കണം എന്ന് സ്ത്രീകളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളോട് പറയുന്നില്ലേ പോലും. പക്ഷെ ചിലവരടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വളരെയധികം ദുർഗന്ധമാണ് ഫീൽ ചെയ്യുന്നത്. അവർക്കൊട്ടും ഇഷ്ടമില്ല, താല്പര്യമില്ലാത്ത സ്മെല്ലാണ്. അത് ശരിക്കും വൃത്തിയില്ലാത്ത ഒരു ഹൈജീൻ ഇല്ലാത്തവർക്കാണ് ആ രീതിയിലുള്ള സ്മെല്ല് വരുന്നത്. ചിലർ ഇടുന്ന ഉടുപ്പ് തന്നെ ഒരു 5 ദിവസം ഇടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇടുന്ന ഒരു കോസ്റ്റ്യൂം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ അലക്കി തേച്ച് നല്ലൊരു പെർഫ്യൂമോ കൊളാജിനോ ഒക്കെ ധരിച്ച് പുറത്തിറങ്ങുന്നതാണ് ഉചിതം. കാരണം സ്ത്രീകൾ ഈ സ്മെല്ലിൻ്റെ കാര്യത്തിൽ വളരെയധികം അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മെല്ല് ശരിയല്ലെങ്കിൽ അവർ പിന്നെ നമ്മുടെ അടുത്തേക്കേ വരത്തില്ല, അങ്ങ് മാറി നിന്നേക്കും നമ്മളെ കാണുമ്പോൾ തന്നെ. പക്ഷെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്മെല്ലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്ലോസ് ആയിട്ട് വരാനും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. ഇനി 9ാമായിട്ട് പുരുഷന്മാർക്ക് ശരിയായ രീതിയിലുള്ള ഡ്രസ്സിങ് സെൻസും ഗ്രൂമിങ് സെൻസും ഉണ്ടായിരിക്കണമെന്ന് സ്ത്രീകൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നല്ല മോഡേൺ ലുക്ക് അല്ലെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ശരിക്കുമുള്ളൊരു ഡ്രസ്സിങ് സെൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിടുന്ന ഡ്രസ്സ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സായിരിക്കണം, നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ധരിക്കുന്ന ആക്സസറീസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വാച്ച്, മോതിരം, ബ്രേസ്ലെറ്റ്, ഷൂസ് ഒക്കെ ഈ പറഞ്ഞ ഒരു ഡ്രസ്സിങ്ങിന് ഇണങ്ങുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗ്രൂമിങ് സെൻസും ഉണ്ടായിരിക്കണം. നമുക്കൊക്കെ നമ്മുടെ തലയ്ക്ക് ചേർന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലൊക്കെ തിരഞ്ഞെടുത്ത് ആ ഒരു ഹെയർ സ്റ്റൈലായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ ഹെയർ സ്റ്റൈലും ചേരത്തില്ല, അല്ലെങ്കിൽ താടി മീശകളും ഒക്കെ ഓരോരുത്തർക്കും ഓരോ ശൈലികളും ഓരോ സ്റ്റൈലുകളും ഒക്കെയാണ് ചേരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മുഖത്തിനനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവർ പക്ഷെ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പുരുഷൻ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്, അല്ലെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുട്ടാം. നന്ദി.